അദ്ധ്യായം 89 അൽ ഫജ്ർ. മക്കയിൽ അവതരിച്ചത്. ഫജ്ർ എന്നാൽ പ്രഭാതം എന്നർത്ഥം. 1-ാം വചനത്തിൽ പ്രഭാതത്തിന്റെ പേരിൽ സത്യം ചെയ്തിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജ്രി വലയാലിൻ അശ്ർ. പ്രഭാതം തന്നെയാണ് സത്യം, 10 രാത്രികൾ തന്നെയാണ് സത്യം. വശഫഇ വൽ വത്ർ. ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യസ്ർ. രാത്രി സഞ്ചരിച്ചുകൊണ്ടിരിക്കെ അത് തന്നെയാണ് സത്യം. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. മേൽ പറഞ്ഞവയിൽ കാര്യബോധമുള്ളവന് സത്യത്തിന് വകയുണ്ടോ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദ് സമുദായത്തെക്കൊണ്ട് നിന്റെ രക്ഷിതാവ് എന്തു ചെയ്തുവെന്ന് നീ കണ്ടില്ലേ? ഇറമ ദാതിൽ ഇമാദ്. അതായത് തൂണുകളുടെ ഉടമകളായ ഇറം ഗോത്രത്തെക്കൊണ്ട്. التي لم يخلق مثلها في البلاد. തത്തുല്യമായിട്ടൊന്ന് രാജ്യങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ഗോത്രം. وثمود الذين جابوا الصخر بالواد. താഴ്വരയിൽ പാറ വെട്ടി കെട്ടിടമുണ്ടാക്കിയവരായ സമൂദ് ഗോത്രത്തെക്കൊണ്ടും. وفرعون ذي الأوتاد. ആണികളുടെ ആളായ ഫിർഔനെക്കൊണ്ടും. الذين طغوا في البلاد. നാടുകളിൽ അതിക്രമം പ്രവർത്തിക്കുകയും فأكثروا فيها الفساد. അവിടെ കുഴപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്തവരാണവർ. فصب عليهم ربك سوط عذاب. അതിനാൽ നിന്റെ രക്ഷിതാവ് അവരുടെ മേൽ ശിക്ഷയുടെ ചമ്മട്ടി വർഷിച്ചു. إن ربك لبالمرصاد. തീർച്ചയായും നിന്റെ രക്ഷിതാവ് പതിയിരിക്കുന്ന സ്ഥാനത്തു തന്നെയുണ്ട്. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن. എന്നാൽ മനുഷ്യനെ അവന്റെ രക്ഷിതാവ് പരീക്ഷിക്കുകയും അങ്ങനെ അവനെ ആദരിക്കുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്താൽ അവൻ പറയും, എന്റെ രക്ഷിതാവ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന്. وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. എന്നാൽ മനുഷ്യനെ അവൻ പരീക്ഷിക്കുകയും എന്നിട്ട് അവന്റെ ഉപജീവനം ഇടുങ്ങിയതാക്കുകയും ചെയ്താൽ അവൻ പറയും, എന്റെ രക്ഷിതാവ് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന്. كلا بل لا تكرمون اليتيم. അല്ല, പക്ഷേ നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല. ولا تحاضون على طعام المسكين. പാവപ്പെട്ടവന്റെ ആഹാരത്തിന് നിങ്ങൾ പ്രോത്സാഹനം നൽകുന്നുമില്ല. وتأكلون التراث أكلا لما. അനന്തരാവകാശ സ്വത്ത് നിങ്ങൾ വാരിക്കൂട്ടി തിന്നുകയും ചെയ്യുന്നു. وتحبون المال حبا جما. ധനത്തെ നിങ്ങൾ അമിതമായ തോതിൽ സ്നേഹിക്കുകയും ചെയ്യുന്നു. كلا إذا دكت الأرض دكا دكا. അല്ല, ഭൂമി പൊടിപൊടിയായി പൊടിക്കപ്പെടുകയും وجاء ربك والملك صفا صفا. നിന്റെ രക്ഷിതാവും അണിയണിയായി മലക്കുകളും വരുകയും وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى. അന്ന് നരകം കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ അന്നേ ദിവസം മനുഷ്യന് ഓർമ്മ വരുന്നതാണ്. എവിടെ നിന്നാണ് അവന് ഓർമ്മ വരുന്നത്? يقول يا ليتني قدمت لحياتي. അവൻ പറയും, അയ്യോ, ഞാൻ എന്റെ ജീവിതത്തിനു വേണ്ടി മുൻകൂട്ടി സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ.
فيومئذ لا يعذب عذابه أحد. അപ്പോൾ അന്നേ ദിവസം അല്ലാഹു ശിക്ഷിക്കുന്ന പ്രകാരം ഒരാളും ശിക്ഷിക്കുകയില്ല. ولا يوثق وثاقه أحد. അവൻ പിടിച്ചു ബന്ധിക്കുന്നതുപോലെ ഒരാളും പിടിച്ചു ബന്ധിക്കുന്നതുമല്ല. يا أيتها النفس المطمئنة ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, ارجعي إلى ربك راضية مرضية. നീ നിന്റെ രക്ഷിതാവിങ്കലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും മടങ്ങിക്കൊള്ളുക. فادخلي في عبادي وادخلي جنتي. എന്നിട്ട് എന്റെ അടിയാന്മാരുടെ കൂട്ടത്തിൽ പ്രവേശിച്ചുകൊള്ളുക, എന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക.